ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസുകളാണ് ഇന്ന് നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ്? അതറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ള ആ സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് സെന്റൻസ് സിമ്പിൾ പാസ്റ്റും രണ്ടാമത്തെ സെന്റൻസ് വുഡും ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് സാധ്യതയില്ലാത്ത, ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ആയിരുന്നേനെ, അതായത് നമ്മളിങ്ങനെ സങ്കല്പിച്ച് പറയണേ, അതൊന്നും നടന്നിട്ടൊന്നുമില്ല, നടക്കാൻ സാധ്യതയില്ലാത്ത, നടന്നിട്ടില്ലാത്ത, സാധ്യത ഒട്ടും തന്നെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റും വുഡും ഉപയോഗിച്ച് പറയുന്നത്. അത് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ്. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അന്ന് കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു. ഇന്ന് നമുക്ക് അതേപോലെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് പറയാം, ഞാനൊരു കൊച്ചായിരുന്നെങ്കിൽ, ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ സ്കൂളിൽ പോയേനെ. നമ്മൾ എപ്പോഴും തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കൊച്ചായിരുന്നെങ്കിൽ സ്കൂളിൽ പോകാമായിരുന്നു, സ്കൂളിൽ പോയേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ നമുക്കിനി ഒരു കൊച്ചാവാൻ, ഒരു കുട്ടിയാവാൻ, സ്കൂൾ കുട്ടിയൊന്നും ആവാൻ നമുക്കിനി പറ്റില്ല. നമ്മളിങ്ങനെ ചുമ്മാ പറയുവാണ്. അപ്പൊ അതെങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഐ, ഹി, ഷീറ്റ് ഒക്കെ എന്തായി മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുവരുടെ എല്ലാം കൂടെ വാസ് എന്തായി മാറും? വേറായി മാറുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ, എങ്കിൽ, നിങ്ങളുടെ തന്നെ മനസ്സിൽ വരട്ടെ, എങ്കിൽ ഞാൻ ആയിരുന്നു ഒരു കുട്ടി. മനസ്സിൽ നിങ്ങൾ വന്നോ? എങ്ങനെയാണ്? ഇഫ് ഐ വാസ് എ ചൈൽഡ് എന്ന് നമുക്ക് പറയത്തില്ല, ഇത് സാങ്കല്പികമാണ്. സോ ഇഫ് ഐ വെയർ എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിരുന്നെങ്കിൽ ഞാൻ സ്കൂളിൽ പോയേനെ. ഐ പോയേനെ വുഡ് ഗോ ടു സ്കൂൾ, ഐ വുഡ് ഗോ ടു ദ സ്കൂൾ, ഞാൻ ആ സ്കൂളിൽ പോയേനെ. അപ്പൊ എങ്ങനെയാണ്? അത് നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. അടുത്ത വന്ന അതിന്റെ ആ റിസൾട്ടിന്, ആ കണ്ടീഷന്റെ റിസൾട്ടിന് നമ്മൾ എന്ത് ഉപയോഗിച്ചു? വുഡ് ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ്? കൊച്ചായിരുന്നെങ്കിൽ ഞാൻ സ്കൂളിൽ പോയേനെ എന്ന് എങ്ങനെ പറയും? വെയർ എ ചൈൽഡ് ടു ദ സ്കൂൾ. ഒന്നുകൂടി പറഞ്ഞേ, എ ചൈൽഡ് ഐ വുഡ് ഗോ ടു ദ സ്കൂൾ. മനസ്സിലായല്ലോ? എനിക്ക് ഉത്തരം അറിയാമായിരുന്നെങ്കിൽ നിന്നെ കാണിച്ചു തന്നേനെ. നമ്മൾ പരീക്ഷയൊക്കെ കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. എങ്ങനെ പറയും? അപ്പൊ എങ്ങനെ പറയണം? എങ്കിൽ ആദ്യം വെക്കണം. ഇഫ്, എനിക്ക്, ഐ, അറിയുക. സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ന്യൂ. ഇഫ് ഐ ന്യൂ, എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. ഐ വുഡ് ഷോ ടു യു, നിന്നെ കാണിച്ചു തന്നേനെ. അപ്പൊ എങ്ങനെ പറയാ? ഇഫ് ഐ ന്യൂ ഐ വുഡ് ഷോ ടു യു, നിന്നെ കാണിച്ചു തന്നേനെ. ഇഫ് ഐ ന്യൂ, സിമ്പിൾ പാസ്റ്റ് ഐ ന്യൂ, നോ ന്യൂ, എന്താണ്? V2 അല്ലെ? എനിക്കത് പറയാൻ കിട്ടുന്നില്ല. V2 അല്ലെ? ഇഫ് ഐ ന്യൂ ഐ വുഡ് ഷോ ടു യു, നിന്നെ കാണിച്ചു തന്നേനെ. മനസ്സിലായല്ലോ? മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഇനി അവൾക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ബേക്ക് ചെയ്തേരെ. എനിക്ക് അത്യാവശ്യമൊക്കെ ബേക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് കേട്ടോ. ഞാനൊരിക്കൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതിപ്പോൾ കാണുന്നില്ല, നിങ്ങൾ കുറേ പേരത് കാണാത്തതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഇവിടെ തരാം കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് ശരിയായോ ഇല്ലയോ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് എന്ത്? ബേക്കിംഗ് പൗഡർ. അതില്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാണ്, അവൾക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ കേക്ക് ഉണ്ടാക്കിയേനെ. ഇപ്പൊ അവളുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടോ? ഇല്ല. അവൾ കേക്ക് ഉണ്ടാക്കിയോ? ഇല്ല. ഇതെല്ലാം നമ്മൾ വെറുതെ പറയാണ്. ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉണ്ടാക്കിയേനെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അവൾക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ, എങ്കിൽ, ഇഫ്, അവൾ, ഷീ, ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റ്, ഹാഡ്, ഇഫ് ഷീ ഹാഡ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉണ്ടാക്കിയേനെ. നിങ്ങൾ പറയൂ. ഷീ വുഡ് അല്ലെ? ഷീ വുഡ് വേണം. ഉണ്ടാക്കിയേനെ, ഏനെ എന്ന് പറയാൻ വുഡ് വേണം. ഷീ
വുഡ് ബേക്ക് എ കേക്ക്. അവൾ ഒരു കേക്ക് ഉണ്ടാക്കിയേനെ. അപ്പൊ എങ്ങനെ പറയാ? if she had a baking powder, she would make a cake. അല്ലെങ്കിൽ ഷീ വുഡ് ബേക്ക് എ കേക്ക്. കേക്ക് എപ്പോഴും നമുക്ക് ബേക്ക് ചെയ്യുന്ന ഒരു വേർബാണ് നല്ലത്. അപ്പൊ എങ്ങനെ പറയാ? ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നെങ്കിൽ അവൾ കേക്ക് ഉണ്ടാക്കിയേനെ. ഷീ വുഡ് ബേക്ക് കേക്ക്. എനിക്ക് ലോട്ടറി കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു BMW കാറ് വാങ്ങിച്ചേനെ. നടന്ന കാര്യമാണോ? സാധ്യതയുള്ള കാര്യമാണോ? ഒന്നുമല്ല. നമ്മളിങ്ങനെ ചുമ്മാ സങ്കല്പിച്ചിട്ട് എല്ലാവരും ലോട്ടറിയിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു BMW കാറ് വാങ്ങിച്ചേനെ. അപ്പൊ ഈ എങ്കിൽ എന്നുള്ളത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ അല്ലെ? ഇഫ് എനിക്ക് വിജയം കിട്ടുക, വോൺ V2 വന്നു, ദ ലോട്ടറി, ലോട്ടറിയിൽ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ഐ വുഡ് ബൈ എ BMW അല്ലെ? വുഡ് ബൈ എ BMW. അപ്പൊ എങ്ങനെ പറയാ? നിങ്ങളൊന്ന് പറയൂ. ഇഫ് ഐ ഓർഡർ BMW കാറ് വാങ്ങിച്ചേനെ. അപ്പൊ എന്താ? വാങ്ങിച്ചേനെ. ഈ ഏനെ എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? വുഡ്. ഇവിടെ നമ്മൾ വുഡ് ഹാവ് അല്ല ഉപയോഗിച്ചത്. കാരണം എന്താ? സെക്കൻഡ് കണ്ടീഷനിൽ ആ സെന്റൻസുകൾ എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ഒരിക്കലും കമന്റ് ബോക്സ് ചോദിക്കരുത് ഇവിടെ നമുക്ക് വുഡ് ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കരുത്. വുഡ് ഹാവ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ആദ്യത്തെ സെന്റൻസ് നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചത്. സോ നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? വുഡാണ് വേണ്ടത്. ഞാൻ ബേക്കിംഗ് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയത്. അതെങ്ങനെ പറയാം? ഞാൻ ബേക്ക് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ. ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രൊസീജിയറാണ് അല്ലെ? അത് പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയേനെ. എങ്ങനെ പറയാം? ഞാൻ പഠിച്ചോ? പഠിച്ചിട്ടില്ല. കേക്ക് ഉണ്ടാക്കിയോ? ഉണ്ടാക്കിയിട്ടുമില്ല. ഒന്നുമില്ല. ഞാനിങ്ങനെ ചുമ്മാ പറയാണ്. പഠിച്ചിരുന്നെങ്കിൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയേനെ. പഠിച്ചിരുന്നു എങ്കിൽ ഇഫ് വരണം. പറയൂ. എങ്കിൽ ഇഫ്. ഞാൻ ഐ പഠിക്കുക V2 സ്റ്റഡീഡ്. ഇഫ് ഐ സ്റ്റഡീഡ് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ബേക്ക് എ കേക്ക് ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തേനെ. മനസ്സിലായി വരുന്നുണ്ടല്ലോ? മനസ്സിലായി വരുന്നുണ്ടല്ലോ? നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ സിമ്പിൾ പാസ്റ്റ്, രണ്ടാമത്തെ സെന്റൻസിൽ വുഡ് ഉപയോഗിച്ചു. അവൾക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പാർക്കിൽ പോകായിരുന്നു. നമ്മൾ പാർക്കിൽ പോയേനെ. അവൾക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പാർക്കിൽ പോയേനെ. എങ്ങനെ പറയും? ഡിഡിൻ ഹാവ് ഇല്ല. പലരും നമ്മുടെ കമന്റ് ബോക്സ് ചോദിക്കുന്നുണ്ട് ഡിഡിൻ ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാം. അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ നോക്കാം. ജോലി ഇല്ലായിരുന്നെങ്കിൽ, എങ്കിൽ, ഇഫ് അവൾക്ക്, ഷീ ഇല്ലായിരുന്നു, ഇല്ല, ഡിഡിൻറ്റ് ഹാവ് ഇല്ലായിരുന്നു, ഡിഡിൻറ്റ് ഹാവ് എ ജോബ് ജോലി ഇല്ലായിരുന്നെങ്കിൽ. അപ്പോൾ അവളിപ്പോ നമുക്ക് പോകാനൊന്നും പറ്റില്ല. കാര്യം എന്താ? അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. എങ്ങനെ പറയാ? വി വുഡ് ഗോ ടു ദ പാർക്ക്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചത് എന്താണ്? ഡിഡിൻറ്റ് ഹാവ് ഇല്ലായിരുന്നെങ്കിൽ. ഇഫ് ഷീ ഡിഡിൻറ്റ് ഹാവ് എ ജോബ് വി വുഡ് ഗോ ടു ദ പാർക്ക്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ആ പാട്ട് പാടില്ലായിരുന്നു. എങ്ങനെ പറയാം? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഒരിക്കലും നടക്കില്ല. പോസിബിൾ ഒരിക്കലും ആവില്ല അല്ലെ? നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നു എങ്കിൽ. ഇഫ് ഞാൻ ഐ വാസ് ഉപയോഗിക്കാമോ? ഇനി പറ്റില്ല. അവിടെ എന്താണ്? വെയർ. ഐ വെയർ നിന്റെ സ്ഥാനത്ത്, ഇൻ യുവർ പ്ലേസ്. എങ്ങനെ പറയാ? ഇഫ് ഐ വെയർ ഇൻ യുവർ പ്ലേസ്. ഇഫ് ഐ വെയർ ഇൻ യുവർ പ്ലേസ്. പ്ലേസ് നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ പാട്ട് പാടുമേലായിരുന്നു, പാടിയാലായിരുന്നു. എങ്ങനെ പറയും? ഐ വുഡിൻറ്റ്. നെഗറ്റീവ് ആണ് ഉപയോഗിച്ചു. ഐ വുഡിൻറ്റ് സിങ് ദാറ്റ് സോങ്. വുഡിൻറ്റ് സിങ് ദാറ്റ് സോങ്. അപ്പൊ എങ്ങനെയാണ്? നിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെങ്കിൽ എങ്ങനെ പറയും? ഐ വെയർ ഇൻ യുവർ പ്ലേസ്. നിങ്ങൾക്കത് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉപയോഗിക്കുക. ഐ വെയർ ഇൻ യുവർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സെന്റൻസിൽ വരേണ്ടത് എന്താണ്? വുഡാണ്. മറന്നു പോകല്. ഐ വെയർ ഇൻ യുവർ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വുഡ് ഹാവ് ഉപയോഗിക്കരുത്. കാരണം വെയർ നമ്മൾ ഉപയോഗിച്ചു, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെന്റൻസിൽ വരേണ്ടത് വുഡാണ്. മറന്നു പോകരുത്. ഫോണില്ലായിരുന്നെങ്കിൽ എനിക്ക് ബോറടിച്ചേനെ.
നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എവിടെയെങ്കിലും നമ്മൾ കല്യാണത്തിനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കും, നമ്മൾ പറയും ഫോണില്ലായിരുന്നെങ്കിൽ എനിക്ക് ബോറടിച്ചേനെ. എങ്ങനെ പറയും? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഇത്രയും സെന്റൻസ് നമ്മൾ നോക്കിയില്ലേ? ഇനി നിങ്ങൾ പറയൂ, ഫോൺ എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ, ഇഫ് ഐ ഇല്ലായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡിഡിന്റ് ഹാവ് അല്ലെ? ഇഫ് ഐ ഡിഡിന്റ് ഹാവ് എ ഫോൺ, എനിക്കൊരു ഫോൺ ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഫീൽ ബോറിങ്. നല്ല നമ്മൾ എപ്പോഴും പറയും ബോറിങ് അല്ല, ബോർഡ്, BORED. ഐ വുഡ് ഫീൽ ബോർഡ്, എനിക്ക് ബോറടിച്ചേന്. എങ്ങനെ പറയും? ഐ ഹാവ് എ ഫോൺ, ഐ വുഡ് ഫീൽ ബോർഡ്. Again, ഫോൺ, ഫീൽ ബോർഡ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് എല്ലായിടത്തും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? ഫോൺ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ബോറടിച്ചേനെ. അവന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട് വാങ്ങിക്കാമായിരുന്നു. അവന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അവന് വീട് വാങ്ങിച്ചേനെ. എങ്ങനെ പറയാ? ജോലി ഉണ്ടായിരുന്നെങ്കിൽ, അവരൊരു നല്ല ജോലി ഉണ്ടോ? ഇപ്പൊ ജോലിയില്ല, വീടും വാങ്ങിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളിങ്ങനെ പറയുകയാണ്, ഒരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു വീട് വാങ്ങിക്കാമായിരുന്നു. എങ്ങനെ പറയുന്നു? അല്ലെങ്കിൽ നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ വീട് വാങ്ങിച്ചേനെ. ഇതൊന്നും എന്താ, നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയാണ്. അപ്പൊ എങ്ങനെ പറയും? അവന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു എങ്കിൽ, ഇഫ് അവൻ, ഹി, ഉണ്ടാകുക, ഹാഡ് എ ഗുഡ് ജോബ്. ഇഫ് ഹി ഹാഡ് എ ഗുഡ് ജോബ്. കിട്ടിയല്ലോ നിങ്ങൾക്ക്? കാറ് വാങ്ങിക്കാമായിരുന്നു, അല്ലെങ്കിൽ കാറ് വാങ്ങിച്ചേനെ എന്നെങ്ങനെ പറയും? വാങ്ങിച്ചേനെ എന്നെങ്ങനെ പറയും? ഹി വുഡ് ബോട്ട് എ കാർ. ഇങ്ങനെ പറഞ്ഞവരുണ്ടോ? ഇങ്ങനെ പറയരുത്. കാര്യം എന്താണ്? വുഡ് ഓക്സിലറി ആണ്. വുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ V1 മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഹി വുഡ് ബൈ എ കാർ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ പറയൂ, he would buy a car. അപ്പൊ നിങ്ങൾക്ക് ഈ വുഡിന്റെ ഉപയോഗത്തെ കുറിച്ച് മനസ്സിലായില്ലേ? ഇനി വേറൊരു വുഡ്, ഞാൻ കുറെ വുഡിന്റെ ഉപയോഗം പറഞ്ഞു തന്നതാണ്. ഞാൻ വുഡിന്റെ കുറിച്ച് ക്ലാസ് എടുത്തതിന്റെ ഒരു ലിങ്ക് കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. നിങ്ങൾ അതൊന്ന് കേട്ട്, വുഡിന്റെ കുറെ ഉപയോഗങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് കേൾക്കുക. ഇവിടെ ഞാൻ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസിന് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതായത് എന്താണ്? ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, സബ്ജക്റ്റ് V2. അപ്പൊ നമ്മൾ ഹി വാസ്, ഷീ വാസ് എന്നൊക്കെ പറയുന്നത് വുഡ് ഉപയോഗിക്കുമ്പോൾ എന്തായി മാറും? ഹി വെയർ, ഷീ വെയർ, ഐ വെയർ എന്നൊക്കെ ആയി മാറും. കാരണം നമ്മൾ അതൊന്ന് സങ്കല്പിച്ച് പറയുന്നത് കൊണ്ട് എന്നൊക്കെ മാറും. ഇതിനെക്കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട് സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസിൽ ഞാൻ ആ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. അത് കേട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വുഡ് ഉപയോഗിച്ചാൽ പോരെ, വുഡ് ഹാവ് ഉപയോഗിച്ചാൽ പോരെ എന്ന സംശയം നിങ്ങൾക്കില്ലല്ലോ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എവിടെയാണ് ഇനി വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. കാര്യം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഒരിക്കലും വരാൻ പാടില്ല. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോകാൻ ഇനി പാടില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വുഡ് ഹാവ് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലായോ ഇല്ലയോ എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.